ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു അവർ ചാനൽ. ഞാനിവിടെ ജസ്റ്റ് ഒന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചാൽ നമുക്ക് BCom NLBക്ക് ഫസ്റ്റ് സെമസ്റ്റർ ലാംഗ്വേജ് പഠിക്കാനുണ്ട്. മലയാളം ലാംഗ്വേജാണ്. ആ മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് സിലബസ് പരിചയപ്പെടാമെന്നുള്ളതാണ് ഞാനവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാനുള്ളത് സാഹിത്യ പഠനം 1 എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വരുന്നത്. അത് എഴുതിയിട്ടുള്ളത് ഡോക്ടർ KV തോമസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് മൊത്തം 4 മൊഡ്യൂളായിട്ടാണ് വരുന്നത്. ഒന്ന് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, അതിനെക്കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമുക്ക് പ്രൊഫസർ MP പോളിൻ്റെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കാനുള്ളത് കേട്ടോ. ലേഖനങ്ങളാണ് ആദ്യ മൊഡ്യൂൾ വരുന്നത്. സെക്കൻഡ് വൺ പ്രൊഫസർ S ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ അല്ലെങ്കിൽ സ്വാതി തിരുനാളിൻ്റെ മുമ്പിൽ എന്ന് പറയുന്ന ലേഖനം. തേർഡ് വൺ MN വിജയൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനം. നാലാമത്തെ സുകുമാർ അഴീക്കോടിൻ്റെ മതവും മതങ്ങളും എന്ന ലേഖനമാണ് ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് വൺ വരുന്നത് മൊഡ്യൂൾ 2 കഥകളാണ് കേട്ടോ. അത് ഏത് സാഹിത്യ രൂപമാണെന്ന് കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. കഥകളാണ് സെക്കൻഡ് വൺ വരുന്നത്. അപ്പോൾ ഇതിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സൂചിമുഖി എന്ന് പറയുന്ന കഥ. സെക്കൻഡ് വൺ M സുകുമാരൻ്റെ അയൽ രാജാവ് എന്ന് പറയുന്ന കഥ. തേർഡ് വൺ മാനസയുടെ ഒരു ഇതൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുകഥകൾ ഏതൊക്കെയാണ് എന്നുള്ളത് രണ്ടാമത്തെ ഭാഗത്ത് വരുന്നുണ്ട്. കൃത്യമായിട്ട് ആൻസർ എഴുതുമ്പോൾ കൃത്യമായിട്ട് അത് ഏത് സാഹിത്യ രൂപമാണ് എന്ന് കൂടി, കഥയാണോ ലേഖനാണോ നോവലാണോ എന്ന് കൂടി പറയണം. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് മൊഡ്യൂൾ 3 ഒരു നോവലാണ് കേട്ടോ. മൊഡ്യൂൾ 3 ഒരൊറ്റ നോവലാണ് വരുന്നത്. M ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ. ദളിത് പാരമ്പര്യം അല്ലെങ്കിൽ ഒരു നായാടി വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു നോവലാണ്, പശ്ചാത്തലം വെച്ചിട്ടുള്ള ഒരു നോവലാണ് അദ്ദേഹം അതിൽ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ആദ്യത്തെ 3 മൊഡ്യൂൾ വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു യാത്രാ വിവരണമാണ്. അതാണ് N പ്രഭാകരൻ്റെ കുടക് യാത്രകൾ എന്ന് പറയുന്നത്. M പ്രഭാകരൻ്റെ കുടക് കുറിപ്പുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് വരുന്നത് കേട്ടോ. ഇതൊരു യാത്രാ വിവരണമാണ്. അപ്പം 4 മൊഡ്യൂളിൽ ഓരോന്ന് പഠിക്കാൻ. ആദ്യത്തെ മൊഡ്യൂൾ ലേഖനം, രണ്ടാമത്തെ കഥകൾ, മൂന്നാമത്തെ നോവൽ, നാലാമത്തെ യാത്രാ വിവരണം. കൃത്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.